ഈ സംസ്ഥാന തലത്തിൽ പോലും ഇപ്പം താങ്കളെ തിരുവനന്തപുരത്തിന്റെ ചുമതല ഏൽപ്പിച്ചതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് എടുക്കണമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്ന UDF വിചാരിക്കുന്ന പല സ്ഥലങ്ങളിലും അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിലേക്കാണ് ഇത്തവണ കടന്നിരിക്കുന്നത്. അത് ഒരു വെൽ പ്ലാൻഡ് കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു. അപ്പം അതിന്റെ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം ക്രോഡീകരിക്കാൻ അല്ലെങ്കിൽ അത് ഏകീകരിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ. അത് എല്ലാ സീനിയർ നേതാക്കന്മാർക്കും പ്രധാനപ്പെട്ട ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ് കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തലയാണ് കോഴിക്കോടിൻ്റെ കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നത്. ശ്രീ K സുധാകരനാണ് കണ്ണൂരിൻ്റെ ചുമതല വഹിക്കുന്നത്. അതുപോലെ അങ്ങനെ സീനിയറായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് നീങ്ങുന്നത്. ശ്രീ VS ശിവകുമാറിനാണ് കൊല്ലത്തിൻ്റെ ചുമതല. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അവർ നിർവഹിക്കുന്നുണ്ട്. എല്ലാവരും ടീമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുണ്ടായ മുഖ്യ കാരണം UDF ഈ തെരഞ്ഞെടുപ്പിന് അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ടായി. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തൊക്കെ ഇത്രയും മോശപ്പെട്ടൊരു പെർഫോമൻസ് ഉണ്ടാവാൻ കാരണം. ഇത്തവണ അതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. UDF തന്നെ മിക്കയിടത്തും ഇത്തവണ തിരുവനന്തപുരത്ത് മാത്രമല്ല മിക്കയിടത്തും ആദ്യം കളത്തിലിറങ്ങിയത് UDF ആണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മിഷൻ 2025 എന്ന ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതുകൊണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളും ക്യാമ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് എല്ലാ വാർഡുകളിലും കുടുംബ സംഗമങ്ങൾ നടത്തിയിട്ടാണ് പാർട്ടി മുന്നോട്ട് പോയത്. അതിൻ്റെ മെച്ചം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. കാരണം വാർഡിൽ നിന്ന് സിംഗിൾ നെയിം വരുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ചിലയിടത്ത് മാത്രം ചില ബാലൻസിങ് ശരിയാവാൻ വേണ്ടി എന്താണ് അവിടങ്ങളിൽ സംഭവിക്കുന്നത്? കാരണം കോഴിക്കോടൊക്കെ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ രാജിവെക്കുന്നു, മറ്റു പാർട്ടികളിൽ പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കണ്ണൂരിൽ ലീഗ് ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് മുന്നണിക്കകത്ത് എന്ന് മനസ്സിലാക്കുന്നു. അതെല്ലാം എങ്ങനെ പരിഹരിക്കാം എന്നാണ്, അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ നിലവിൽ? അല്ല, കോഴിക്കോട്ടെ മുന്നണി ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. അവിടെ മറ്റേ മുന്നണിയിൽ തമ്മിൽ തർക്കമൊന്നുമില്ല. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചില തർക്കങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അങ്ങനെ വിട്ടുവീഴ്ചകൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും. കണ്ണൂരിലുള്ള പ്രശ്നം തീർച്ചയായും ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. കാരണം മുസ്ലിം ലീഗും കോൺഗ്രസും അവിടെ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് വന്നൊരു ജില്ലയാണ്. അപ്പോൾ ഈ കോർപ്പറേഷനിലുണ്ടായ തർക്കങ്ങൾ 2 ദിവസം കൊണ്ട് തന്നെ പരിഹരിച്ച് ഒരു പൂർണ്ണ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇറക്കാൻ കഴിയുന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. യെസ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പം ഇവിടെ ഭരണവിരുദ്ധ വികാരം അത് എത്രത്തോളം ഉണ്ട്? നേരത്തെ തന്നെ UDF കോൺഗ്രസ് പ്രത്യേകിച്ച് അത് എടുത്തു കാണിക്കുന്നതാണ്. അതുതന്നെയായിരിക്കുമ്പോൾ പ്രധാനമായിട്ട് പ്രചാരണത്തിലുടനീളം ഉപയോഗിക്കുക. മറ്റെന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രചാരണ സമയത്ത് ആയുധമാക്കുക? 2 കാര്യമാണ്. ഒന്ന്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ പൂർണ്ണമായിട്ടും തുറന്നു കാണിക്കുക. അതോടൊപ്പം തന്നെ ഇത് ലോക്കൽ ബോഡി ഇലക്ഷൻ ആയതുകൊണ്ട് പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ 5 വർഷത്തെ കോട്ടങ്ങൾ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പ്രാദേശിക വിഷയങ്ങൾക്ക് ഊന്നൽ നൽകും. പക്ഷേ പൊതുവായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം 95 മുതൽക്കുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് ഒരു പരിധി വരെ നിയമസഭയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സെമി ഫൈനൽ വിജയിക്കണം എന്നുള്ളൊരു വാശിയോടുകൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ഫൈനലിൽ കുറേ കൂടെ എളുപ്പമായിട്ട് കാര്യങ്ങൾ എത്തിച്ചേരും.